Hi dear friends, Assalamu alaikum, Namaskaram. It's me Raihana Jafar. Welcome back to my channel. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ വണ്ടറിങ് വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നമ്മുടെ വസീമാൻ ഷെബിയുടെ അവരുടെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് വെള്ളം ഊറ്റിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാനൊരു 1/2 കിലോ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല മന്തിക്ക് കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെയല്ല കേട്ടോ കട്ട് ചെയ്തത്, സാധാ നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത ചിക്കനാണ്. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനിയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസുകളുണ്ട്. ഇതാണ് ആദ്യം തന്നെ ക്യാപ്സിക്കാണ്. ഞാനിവിടെ ഏകദേശം ഒരു വലിയൊരു ക്യാപ്സിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു മന്തിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാപ്സിക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് പുതിനയിലയും ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, പുതിനയില കുറച്ച് എടുത്തത്. പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനത് അവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഷൂട്ടിന് അധികം എരിവൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ്, പിന്നെ കുരുമുളക് പൊടി. ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ, ആകെ ഒരു 10 മിനിറ്റിൻ്റെ ഒരു ടൈമേ ഉള്ളൂ, അപ്പോഴേക്ക് നമ്മുടെ മന്തി റെഡിയാവും. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു അരി ഒന്ന് വേവിച്ചെടുക്കാം. അരി വേവിച്ചെടുക്കാൻ സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വെള്ളം വെച്ച് തിളച്ചതിക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ടിട്ട് അരി നന്നായി ഒരു 3/4 വേവാകുമ്പോൾ ഒന്ന് ഊറ്റി വെക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് മന്തിയുടെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെമ്പട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചിക്കന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇതിലേക്ക് എണ്ണ ഒന്നും ആദ്യം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കന് നേരെ ഇതിലേക്ക് ഇതുപോലെ ഒന്നിനൊന്ന് മുകളിലായിട്ട് വെക്കരുത്, ഇതുപോലെ പരത്തി ഈ ഒരു ചെമ്പട്ടിയുടെ താഴെ ഇതുപോലെ ഒന്ന് പരത്തി ചിക്കൻ വെക്കണം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ വെച്ചിട്ടുള്ള ഇതുപോലെ ചിക്കൻ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില, ഈ ഒരു സവാള ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില അതേപോലെ എല്ലാതും ഒരുമിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല ഈസി ആയിരുന്നു, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മന്തി നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിലെ ഇറച്ചിയൊന്നും എനിക്ക് കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ ഇതിലെ ഇറച്ചി കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടറിങ് വൈബ്സ് എന്നുള്ള ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുക. അവരുടെ ഉമ്മായുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതായിരുന്നു. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത്രയാണ് കേട്ടോ ചതച്ചെടുത്തത്. എനിക്ക് എരിവ് കുറച്ച് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചെടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അത് ഞാൻ ഏകദേശം ഈ ഒരു സ്പൂണിന് നിറയെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആകെ 1/2 കിലോ ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പൊടികളുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഒരു സ്പൂൺ ഞാൻ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എരിവ് കൂടിപ്പോയാൽ ഇഷുട്ടനെ ഒന്നും കഴിക്കൂല, അതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് മാഗി ക്യൂബ് വേണം. ഈ ഒരു ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ, ഇത് ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാവും. ഈ 2 എണ്ണമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ അരി ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ച് ഇത് കൂട്ടണം കേട്ടോ. ഞാനിത് 1/2 കിലോനായതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു പാക്കറ്റ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു പാക്കറ്റിൽ 2 മാഗി ക്യൂബ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഇത് കൈ വെച്ച് കുഴക്കാനോ ഒന്നിനും പോകണ്ട. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ ഒരു മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. ഇനി മസാല ഒക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കാനൊന്നിനും പോവണ്ട, നേരെ മൂടി വെച്ചിട്ട് നേരെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. ഇനി ഈ സമയത്ത് നമ്മളൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ചിക്കൻ ഒന്ന് കുത്തി നോക്കാം. ഇനി കണ്ടോ, നമുക്ക് ഈ ഒരു ക്യാപ്സിക്കും ഈ ഒരു ഉള്ളി എല്ലതും നല്ല പോലെ വെന്ത് നല്ല ഒട്ടും തരികൾ ഇതൊന്നുമില്ലാതെ കഷ്ണമൊന്നുമില്ലാതെ നല്ല പോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കാം. ഈ ഒരു മന്തിയുടെ ഒരു ടേസ്റ്റ് നല്ലൊരു വെറൈറ്റി ഫ്ലേവർ തരുന്നത് നമ്മുടെ ഈ ഒരു ക്യാപ്സിക്കാണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്, ക്യാപ്സിക്കാണ് മെയിനായിട്ട് ഈ ഒരു മന്തിയുടെ ഫ്ലേവർ. പിന്നെ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ച് ക്യാപ്സിക്കത്തിൻ്റെ അളവും കൂട്ടണം കേട്ടോ. ഞാൻ ഇത് ഒരു വലിയൊരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലെ ഈ ചിക്കനും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഫ്ലേവറും ഇതിൽ കിടന്ന് വെന്തതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ചിക്കൻ്റെ ആ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരുന്നത് വരെ കുറച്ചൊരു 5 മിനിറ്റോളം നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ, ഒരു ഏകദേശം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം ചിക്കൻ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുത്തി നോക്കിയ സമയത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ഈ തെളിഞ്ഞ് വന്നിട്ടുള്ള ഈ എണ്ണ ഉണ്ടല്ലോ, ഈ എണ്ണ നമുക്ക് ജസ്റ്റ് ഒന്ന് മുക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ റൈസ് ഇടുന്ന സമയത്ത് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു എണ്ണ തന്നെയാണ്, വേറെ എണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഈ ഒരു എണ്ണ നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നമ്മളെ ഈ ഒരു റൈസിനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എണ്ണ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തായാലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു എണ്ണ ഒക്കെ കുറച്ചൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മുക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഞാൻ ഏകദേശം ഒരു 3/4 വേവായപ്പം ഒന്ന് സ്ട്രൈനറിലേക്കൊന്ന് ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് വേവിക്കുന്ന പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അത് എല്ലാവർക്കും അറിയാലോ. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ റൈസ് വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ റൈസൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഈ ഒരു എണ്ണ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വേറെ എണ്ണ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ഇത് മാത്രമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ഒരു പഴുത്ത തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടെ ഒന്ന് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തു. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മന്തി ആകുമ്പോൾ കുറച്ചൊരു
ഒരു പുക വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് കരിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ, ചെറിയ പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിൽ ഒരു ചെറിയ കഷ്ണം തുണിക്കഷ്ണം ഇട്ടിട്ട് ഒന്ന് കത്തിച്ചെടുത്തേക്കാണ്. എന്നിട്ട് മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഇതുപോലെ ദമ്മിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോഴാണ് ആ ഒരു പുകയുടെ ആ ഒരു ഇതും കൂടെ വരുമ്പോഴാണ് നമ്മുടെ മന്തി ഒരു ഒറിജിനൽ മന്തിയായി മാറുക. ഇപ്പോൾ അതാ ഏകദേശം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഞാനൊന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കരി ഉള്ളവരെന്തായാലും കരി മാത്രം ചേർക്കാൻ പാടുള്ളൂ. കാരണം കരി ഒരു പാത്രത്തിൽ ചൂടുള്ളൊരു കരി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കരിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. കരി യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഈ ഒരു റൈസൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്കിതിൻ്റെ താഴെ നിന്ന് ചിക്കനൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ റൈസൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ചിക്കനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കണ്ടോ, ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊന്ന് തീ കൂട്ടി കൊടുത്തു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കരിഞ്ഞ പോലെ അങ്ങനെ ആവുമ്പോൾ എനിക്കൊരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു. ഇനി ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം ഈ മസാല, ബാക്കിയുള്ള മസാല നമുക്ക് ഈ റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഞാൻ ആ ഇത്തിരി സമയം ആ ഒരു തീ കൂട്ടി വെച്ച ആ ഒരു അടയാളാണ് ആ ചെമ്പട്ടിയുടെ താഴെ കാണുന്നത് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മസാല ഒക്കെ ഈ ഒരു റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ചിക്കൻ കണ്ടോ, നല്ല നമ്മുടെ അൽഫാമിൻ്റെ ഒക്കെ പോലെയല്ലേ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി കാണുന്നതും കഴിച്ചു നോക്കണം കേട്ടോ. ഇനി നമുക്ക് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ, വണ്ടറിങ് വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചാനലിൽ നിന്നാണ്. അവരുടെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈസി ആയിട്ടുള്ളൊരു മന്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഈ ചിക്കൻ കണ്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലി ഓർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.